റെഡ്മി നോട്ട് 15 പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 15 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേ സൈസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6.78 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് ഇതിൽ വന്നേക്കാം. പിന്നെ കോഡ് കൗഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതായത് 4 ഭാഗത്തും ചെറിയ കർവേച്ചറൊക്കെ വരും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്രാഗൺ ക്രിസ്റ്റൽ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ ഇതിൽ വരും. IP68-69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം വളരെ മികച്ചൊരു IP റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഫൈബർ ഗ്ലാസ് ബാക്ക് ബോഡി ആയിരിക്കും വരിക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 4 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 25,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ വില എന്നുണ്ടെങ്കിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറായിരിക്കും. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യും മിക്കവാറും ഈ ഒരു ഫോണിൻ്റെ വില അതിലും മുകളിലായിട്ടായിരിക്കും വരിക. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 16 GB റാം വരെ വരുന്നതായിരിക്കും. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഉള്ള ഒരു വെർഷൻ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഹൈപ്രോ സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. അതിൽ 50 MP മെയിൻ ക്യാമറ സെൻസർ വരും. ഇതിൽ OISന്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 50 MP ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ സെൻസറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മിക്കവാറും അത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും. ഒന്നുകിൽ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം 50 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ലഭിച്ചേക്കാം. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. 32 MP അല്ലെങ്കിൽ 50 MP ഒരു സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. ചില റിപ്പോർട്ടുകളിൽ 7000 to 8000 mAh ഇടയിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റി വന്നേക്കാം എന്നും പറയുന്നുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളിൽ 7000 mAh എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവൺ 7000 mAh ബാറ്ററി ആണെന്നുണ്ടെങ്കിലും വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് അത്. അതിലും കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലൊരു കാര്യം എന്നേ ഉള്ളൂ. പിന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 21 ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ചൈനീസ് മാർക്കറ്റിലാണ് ആ ഒരു ദിവസം ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യില്ല. പക്ഷേ പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നതായിരിക്കും. കാരണം റെഡ്മിയുടെ നോട്ട് സീരീസ് കുറേയൊക്കെ പോപ്പുലറാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റ് ഒന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോണിൻ്റെ വില ഒരു 30,000 to 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ്മി നോട്ട് 15 പ്രോ പ്ലസ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.